ഡയമണ്ട് ഫീനിക്സ് ത്രൂ ജോബിന് അപ്ലൈ ചെയ്തിട്ട് ഇപ്പോൾ കോൺട്രാക്ട് ലെറ്റർ കിട്ടിയിട്ടുള്ള അമലും ജിഷ്ണുവാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ നമ്മുടെ സർവീസ് എങ്ങനെ ഉണ്ടായിരുന്നു, നമ്മുടെ പ്രോസസ്സുകളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ഇവരോടൊന്ന് ചോദിച്ചറിയാം. എങ്ങനെയാണ് ഡയമണ്ട് ഫീനിക്സിനെ പറ്റി അറിഞ്ഞത്? പിന്നെ നിങ്ങൾ എപ്പോഴായിരുന്നു ഈ ജോബിന് വേണ്ടി നിങ്ങൾ അപ്ലൈ ചെയ്തത്? ആക്ച്വലി ഞാൻ ഫ്രണ്ട് വഴിയാണ് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നത് ഡയമണ്ട് ഫീനിക്സിൻ്റെ കാര്യങ്ങളൊക്കെ ഇതൊക്കെ. പിന്നെ ഞങ്ങൾക്ക് ജൂലൈയിലാണ് ഇതിൻ്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നല്ല രീതിയിൽ തന്നെയായിരുന്നു അവിടുത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരാനായിട്ടും പ്രോസസ്സിങ്ങിൻ്റെ കാര്യങ്ങളെല്ലാം നല്ല ഫ്രണ്ട്ലിയായിട്ട് എല്ലാ കാര്യങ്ങളും ഇതായിട്ട് ചെയ്തു തന്നിരുന്നു. എപ്പോഴായിരുന്നു നിങ്ങളുടെ ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ ഷെഡ്യൂൾ ആയത്? പിന്നെ അതിനുള്ള ട്രെയിനിങ് കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഏകദേശം ഒരു 15 ദിവസം കഴിഞ്ഞാൽ തന്നെ ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ സെറ്റായി. പിന്നെ ഇവിടുന്ന് നല്ല ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഓഫീസിൽ നിന്ന് നല്ല രീതിയിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഫസ്റ്റ് ചാൻസ് തന്നെ ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ പാസ്സായി. ഓവറോൾ ഡയമണ്ട് ഫീനിക്സിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു നിങ്ങൾക്ക്? നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ടും കാര്യങ്ങളും, അതുപോലെ ഏത് ടൈമിലായാലും നമുക്ക് എന്ത് കാര്യങ്ങൾ സംസാരിക്കാനായാലും എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്യാനും നമുക്ക് ഡയമണ്ട് ഫീനിക്സ് നല്ലൊരു സഹായമായിരുന്നു. കാരണം നമുക്ക് ട്രെയിനിങ് പീരീഡിലെ മറ്റേ ഇൻ്റർവ്യൂവിൻ്റെ ടൈമിലായാലും പണ്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് ഇൻ്റർവ്യൂവിൻ്റെ സപ്പോർട്ട് ചെയ്യാനും കാര്യങ്ങളായിട്ടും എല്ലാത്തിനും കൊണ്ടുവന്നു. അതുപോലെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ കോൺട്രാക്റ്റും കാര്യങ്ങളായാലും അധികം ലേറ്റ് ആവാണ്ട് തന്നെ എല്ലാം പെട്ടെന്ന് തന്നെ വന്നു. ഞങ്ങൾ ഏത് സമയത്തും ഡയമണ്ട് ഫീനിക്സിനെ വിളിച്ചാലും ഏത് സമയത്തും അവർ ഫോൺ കോൾസും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും സപ്പോർട്ടായിരുന്നു. അതുപോലെ എഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ അവർ ചെയ്തു തന്നു. ഇനിയിപ്പോൾ ആരെങ്കിലും ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഡയമണ്ട് ഫീനിക്സിനെ കോൺടാക്റ്റ് ചെയ്യാനേ പറയാം.